നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ഫുൾ വീഡിയോ ഉണ്ട്, അപ്പോൾ എല്ലാവരും കാണണം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനൊരു സ്ഥലം വരെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ കായംകുളത്താണ് പോണത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. ആദ്യം ട്രെയിൻ കയറി, പിന്നെ ബസ് കയറി, പിന്നെ ഇതേ ഓട്ടോ കയറി. അപ്പോൾ നമ്മളിവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കായംകുളത്ത് ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സ്ഥലം ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും ദിവസം എറണാകുളത്ത് ചൂടും വെയിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞായറാഴ്ച ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വയനാട് പോയൊരു ഫീലാണ്. നല്ല തണുപ്പ്, ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പാടത്തു കൂടെയൊക്കെ കുറേ നേരം നടന്നു. എന്നിട്ട് നമ്മൾ ആളുടെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ കാണാൻ പോണ ആളുടെ വീട്ടിലേക്ക് പോവാണ്. ഇത് നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആൾ ആദ്യം വിളിച്ച് ചോദിച്ചിരുന്നു, ചേച്ചി എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്? ആളൊരു ഷെഫ് കൂടിയാണ്. അപ്പം ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മുട്ടയപ്പായിരുന്നു കേട്ടോ ഇഷ്ടം. അപ്പം അതും ബീഫും ചിക്കനൊക്കെ തന്നു. ഇതാണ് ആൾ കേട്ടോ. അപ്പം ഞാൻ നേരെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആളുടെ റൂമിൽ കയറിയിട്ട് അതിക്രമിച്ച് ലിപ്സ്റ്റിക്കിന്റെ ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. Oh my god, Huda Beauty? No. It's actually ഇതാണ് നമ്മളെ താരത്തിന്റെ അമ്മ കേട്ടോ. അപ്പൊ ഞാൻ കാണാൻ പോയ കുട്ടിയുടെ പേരാണ് ആശി. ഞങ്ങളൊരു കുഞ്ഞ് ഇൻസ്റ്റഗ്രാം ബന്ധമാണ് കേട്ടോ. അപ്പൊ നമ്മളെ വയനാട്ടിലാണ് ഈ കുട്ടി പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങള് കമ്പനിയായി. അങ്ങനെ ഇവള് ഒരു ഷെഫായിട്ട് ഇനി പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോണതിന്റെ മുന്നേ എനിക്ക് ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട് അവളുടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. പക്ഷെ ഉമ്മാടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നത്. മെയിൻ ഷെഫാണ് ആച്ചിയുടെ വീട്ടിലെ. ഡയമണ്ട് മൂക്കുത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ആച്ചിയുടെ അമ്മ എന്ന് പറഞ്ഞാല് ഫുൾ വൈബാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. കുറേ നേരം സംസാരിച്ചിരിക്കാനും ഒക്കെ നല്ലതായിരുന്നു. ഗുലാബ് ജാമുൻ ആണ്ട്ടെ. ഇവര് അമ്മയും മോളും ഭയങ്കര സീനാണ്. കുട്ടിയുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആളൊരു പാവം കുട്ടിയായിട്ട് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. പക്ഷെ നല്ല കഴിവുണ്ട് കേട്ടോ. എല്ലാം ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. അറിയാം, അത് പറയേണ്ട കാര്യമില്ലല്ലോ, ഷെഫാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പോൾ അടുത്താളിത് അവിടെ ബിരിയാണി എടുത്ത് ദമ്മിടാൻ പോവാണ്. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിരുന്നു. ഫിനിഷ് അഭിനയിച്ച് വളരെ ശീലമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കുന്നതിൽ യാതൊരുവിധ നാണോ അല്ലേ അമ്മേ? അതന്നെ. ബാക്കിയുള്ള കമന്റ്സ് ക്യാമറ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗുലാബ് ജാമുന്റെ ഇതാണ് പാക്ക് വാങ്ങിയിട്ട് നമ്മൾ ചെയ്ത് എടുക്കുകയാണ്. അയ്യോ എന്നോടാണോ? അഭിനയം മാവിതാ കുറച്ച് സ്റ്റിക്കി ആവരുത്, കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡോ. ഇല്ലെങ്കിൽ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയല്ലോ വീഡിയോ നോക്കി. സ്വന്തം വീട്ടില് ആ മുറ്റത്തെ കറിവേപ്പ് നമുക്കല്ല, മുറ്റത്തുള്ള വേറെ മുറ്റത്തുള്ള പിച്ച. എന്റെ ലിപ്സ്റ്റിക്ക്, എന്റെ ഐലൈനർ അല്ല, ഇത് എന്താ മസ്കാര. കുട്ടിയുടെ കുട്ടി ബ്യൂട്ടീഷ്യൻ ആണ്, ഫുഡിസ്റ്റ് ആണ്. എന്റെ ദൈവമേ, ആ കുട്ടീനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വന്നപ്പോ ഇത് അമ്മയും മോളും പോലെയല്ല, ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോലെ കേട്ടോ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. എന്തായാലും നല്ല സ്ഥലത്താട്ടോ ഞാൻ എത്തിപ്പെട്ടത്. നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റി. വന്നപ്പോൾ മുതൽ പോകുന്നവരെ ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പോൾ ഇതേ ഒരാളിതാ സാലഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നല്ല രസമാണ് ഇവർ കൂടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊക്കെ. അടിപൊളിയാണ്. ആള് പോവുകയാണ് കേട്ടോ ഈ മാസം. അപ്പം എല്ലാവരും ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ചെന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ഫുഡ് ഉണ്ടാക്കണവർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കുമല്ലോ. കൂടെ ഉള്ളവർക്ക് നല്ല സുഖമാണ്, നല്ലപോലെ എപ്പോഴും കഴിക്കും. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ ഇവരോട് നിൽക്കാനും കുക്ക് ചെയ്യുന്നത് കാണാനൊക്കെ. അങ്ങനെ ആള് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നു. ആച്ചിയുടെ ഉള്ളിയുടെ ഇതെന്താ കർമൂസ? ഇത് പേര, ഇത് വേറെ എന്തോ ഒരു വൈറ്റ് കളറിലെ ഒരു ഫ്ലവർ ഉള്ള. ഓക്കെ, ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ചെടികളൊക്കെ ആരതാ? സ്വന്തമായിട്ടല്ല, ഉമ്മയുടെയാണ്. കൂർഗ്, വയനാട് എവിടെ പോയാലും റോഡ് സൈഡിൽ കാണുന്ന, തിരുവനന്തപുരം റോഡ് സൈഡിൽ കാണുന്ന എല്ലാ കടകളിലും കയറി കൊണ്ടുവിടാൻ പോയിട്ട് വരുമ്പോ അവിടെ ഏതെങ്കിലും കടകൾ കാണും, കയറി വാങ്ങിക്കും, വണ്ടിയുടെ പുറകിനൊക്കെ കൊണ്ടുപോകും. അതാണ് കേട്ടോ ഇതൊക്കെ. ഇതെല്ലാം അങ്ങനത്തെ ഉമ്മയുടെ സ്വർഗത്തോട്ടം.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ട് ഗുലാബ് ജാമുൻ്റെ പരിപാടി നോക്കുകയാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ട്. കാരണം ഇതൊന്നും ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആൾ ഷെഫ് ആയതുകൊണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കി കാണിച്ചിരുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കണം, ഇതിൻ്റെ പാക്കറ്റ് പൊടി വാങ്ങാൻ കിട്ടും ഗുലാബ് ജാമുൻ്റെ, അതിലാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതിങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒഴിച്ച് കലക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നാണ് ആള് പറഞ്ഞു തരുന്നത്. പക്ഷെ നമുക്ക് കഴിക്കാനല്ലേ അറിയുള്ളൂ, ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. പക്ഷെ ആളിത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതേ കുറേ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ക്രാക്ക് വീഴരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാകണില്ല. അപ്പോൾ അതിതാ എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് വറുക്കാൻ പോവാണ്. ഓക്കെ, ഇതിന് ക്രാക്ക് വന്നാലും എല്ലാവരും ഒന്ന് തിന്നോളുക, ക്രാക്ക് വീണാലും എല്ലാവരും കഴിച്ചോളുക. അതെ. അപ്പോഴത്തേനും നമ്മൾ ഗുലാബ് ജാമുൻ ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആളിതേ കുളിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിച്ച് വന്നിട്ട് ചിരി കണ്ടോ അതിൻ്റെ. ഇനി ഗുലാബ് ജാമുനുള്ള പഞ്ചസാര വെള്ളം ഉണ്ടാക്കുകയാണ്. അത് ക്യാരമലൈസ് ചെയ്ത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൽ പഞ്ചസാര ഇട്ടു, വെള്ളം ഒഴിച്ചു, പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ ചേർക്കുന്നുണ്ട്. നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയോ ഏലക്കായ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് ഇത് അതിലിടേണ്ടത് തോന്നുന്നുണ്ട്. ബൈ പറ. ഈ ബായ് പറഞ്ഞ ആളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അത് ആച്ചിയുടെ ഉമ്മമ്മയാണ് തോന്നുന്നുണ്ട്, ഉമ്മയുടെ ഉമ്മ. അപ്പം ഞങ്ങൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആളെന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉമ്മയുടെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ആള് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മാനെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വന്നപ്പോഴേ ഒരാളിത് ചോറ് കൊടുക്കാൻ പോവാണ് പട്ടിക്കുട്ടിക്ക്. ഫുഡ് ഉണ്ടാക്കുക മാത്രമല്ല, എല്ലാവർക്കും ഫുഡ് കൊടുക്കാനും ആൾ ഉഷാറാണ് കേട്ടോ ഉമ്മയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വേറൊരു ക്യാരക്ടർ. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും, പെട്ടെന്ന് കമ്പനി ആവും, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെയായിരുന്നു ഇപ്പൊ ബൈ ബൈ പറഞ്ഞ ഉമ്മാമ്മ കേട്ടോ. അടിപൊളിയായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അറിയാത്തവരോട് പോയി സംസാരിച്ച് അവരായിട്ട് കമ്പനി ചെയ്യണം. ഈ അറിഞ്ഞ് സംസാരിക്കുന്നവരെക്കാളും കൂടുതലായിട്ട് ഇവർ സംസാരിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോഴത്തേനും നമ്മൾ ഗുലാബ് ജാമുൻ ഇവിടെ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ പഞ്ചസാര വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേനും ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതങ്ങ് എല്ലാം കൂടി കൂട്ടി അങ്ങ് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് അറിയാം. ഹോം മെയ്ഡ് ബിരിയാണി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ്, കൂടാതെ നല്ല സ്നേഹത്തിൽ ഉണ്ടാക്കി തന്നുകൊണ്ട് അതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരോട് ഹൈ ബൈ പറഞ്ഞിട്ട് നമ്മളിത് നേരെ പോവുകയാണ്, തിരിച്ചു പോകണം ഇനി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.